Hello friends, session 65. We continue from where we stopped yesterday. ഇന്നലെ നമ്മൾ നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് എന്ന ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചുണ്ടാകുന്ന ഒരു ക്ലോസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതാണ്. ഓക്കെ, വി ഹാവ് ഇറ്റ് കംപ്ലീറ്റഡ് ദാറ്റ് ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് ഫസ്റ്റ്. I'll give you two examples and this will clarify and this will explain probably what a relative pronoun is and how it is used in a sentence and what is a non-defining clause using a relative pronoun. Okay, let's have an example here. Take this sentence. My brother, who is a doctor, is in Delhi. This is sentence 1. And sentence 2, my brother, comma, who is a doctor, comma, is in Delhi. ഈ രണ്ട് വാചകങ്ങളും തമ്മിൽ ഈ ഒരു കോമയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. The first one doesn't have any commas, whereas the second one has commas. Please note two things here. We are having a relative pronoun here. Okay, this actually is called a relative pronoun because simply it indicates a relation. Okay, a relation with this thing. ഒരു പ്രോനൗൺ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? മൈ ബ്രദർ എന്നുള്ള ആ പേഴ്സണെയാണ്, എൻ്റെ സഹോദരൻ എന്നുള്ളതിനെയാണ് ഇവിടെ ഹൂ എന്നുള്ള പ്രോനൗൺ, റിലേറ്റീവ് പ്രോനൗൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഒരു റിലേറ്റീവ് പ്രോനൗൺ എന്ന് വിളിക്കുന്നത്. ഹൂ, വാട്ട്, വെൻ, ഇങ്ങനെയൊക്കെ റിലേഷൻസിനെ കാണിക്കുന്നത്, അതിന് മുൻപിൽ പറഞ്ഞിട്ടുള്ള കാര്യവുമായിട്ടുള്ള റിലേഷനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് വിളിക്കുന്നത്. വി വിൽ ഗോ ടു ദാറ്റ് ലേറ്റർ. Now, the problem here is, what is the difference between sentence 1 and sentence 2? ഇതിൻ്റെ അർത്ഥങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ്. ഇനി അർത്ഥങ്ങൾ തമ്മിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ഈ റിലേറ്റീവ് പ്രോനൗണുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ ഈ വാചകങ്ങളുടെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണോ എന്നതാണ്. ഓക്കെ, മൈ ബ്രദർ ഹൂ ഈസ് എ ഡോക്ടർ ഈസ് ഇൻ ഡൽഹി. ഹൂ ഈസ് എ ഡോക്ടർ ഈസ് ഇൻ ഡൽഹി എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് ഡെഫിനറ്റ്ലി ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. കാരണം മൈ ബ്രദർ ഈസ് ഇൻ ഡൽഹി എന്നുള്ള ഒരു മെയിൻ ക്ലോസും അതിൻ്റെ കൂടെ ഹൂ ഈസ് എ ഡോക്ടർ എന്നുള്ള ഒരു സബോർഡിനേറ്റ്, ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ടാകുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇവിടെ ഈ ക്ലോസിനെ, ഈ റിലേറ്റീവ് ക്ലോസിനെ നമ്മൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാട്ട് ഈസ് എ ഡിഫറൻസ് ദാറ്റ് മേക്സ്? ഇവിടെ മൈ ബ്രദർ ഹൂ ഈസ് എ ഡോക്ടർ ഈസ് ഇൻ ഡൽഹി ഈസ് സെറ്റ് ടു ബി എ ഡിഫൈനിങ് ക്ലോസ് സെൻറ്റൻസ്. ഇവിടെ ഈ ഹൂ ഈസ് എ ഡോക്ടർ എന്നുള്ളത് ഡിഫൈനിങ് ക്ലോസ് ആണ്. കാരണം ഇറ്റ് ആക്ച്വലി ഡിഫൈൻസ് ദ ഡോക്ടർ. മൈ ബ്രദർ ഈസ് എ ഡോക്ടർ ആൻഡ് ഈസ് ഇൻ ഡൽഹി എന്നുള്ള മൂന്ന് കാര്യങ്ങൾ, അല്ലെങ്കിൽ മൈ ബ്രദർ എന്നുള്ള വ്യക്തി, ഓക്കെ, അയാളൊരു ഡോക്ടറാണ് എന്നുള്ള കാര്യം, അയാൾ ഡൽഹിയിലാണ് എന്നുള്ള കാര്യം ഒരു ഡെഫിനിഷൻ എന്നുള്ള രൂപത്തിലാണ്. മൈ ബ്രദർ ഈസ് എ ഡോക്ടർ ആൻഡ് ഹീ ഈസ് ഇൻ ഡൽഹി എന്നുള്ളത് ഒരു ഡെഫിനിഷൻ എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഒരു ഡിഫൈനിങ് ക്ലോസ് എന്ന് വിളിക്കുന്നു. അവിടെ മൈ ബ്രദർ എന്നുള്ള ആ വ്യക്തിയെ ഡിഫൈൻ ചെയ്യുകയാണ്. whereas here my brother who is a doctor is in Delhi, where there is a separation of this clause, means that I have many brothers. എനിക്ക് പല സഹോദരന്മാരുള്ളതിൽ ഒരു സഹോദരൻ ഡൽഹിയിലാണ്, അയാളൊരു ഡോക്ടറാണ്. ഓക്കെ, ഇറ്റ് ആക്ച്വലി ഡസൻറ്റ് ഡിഫൈൻ മൈ ബ്രദർ ആസ് എ സിംഗിൾ പേഴ്സൺ. എനിക്ക് ഒരേ ഒരു ബ്രദറേ ഉള്ളൂ, ആ ബ്രദർ ഡൽഹിയിലാണ്, അയാളൊരു ഡോക്ടറാണ് എന്നുള്ള രീതിയിൽ ആ ബ്രദറിനെയും ബ്രദർഹുഡിനെയും നിർവചിക്കുന്ന രൂപത്തിലല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പല ബ്രദേഴ്സിൽ ഡൽഹിയിലുള്ള ബ്രദർ ഒരു ഡോക്ടറാണ് എന്ന മീനിങ് കിട്ടണമെങ്കിൽ, ഓക്കെ, വി ഡോണ്ട് ഇൻഡിക്കേറ്റ് ദാറ്റ് വിത്ത് എനിത്തിങ് എക്സ്ട്രാ. ഈ ഒരു അർത്ഥം കിട്ടണമെങ്കിൽ വി ആർ ജസ്റ്റ് സെപ്പറേറ്റിംഗ് ദിസ് തിങ് വിത്ത് ടു കോമേഴ്സ്. അപ്പോൾ ഇതിനെ നോൺ ഡിഫൈനിങ്
ക്ലോസ് എന്നും, ഇതിനെ നോൺ ഡിഫൈനിങ് ക്ലോസ് എന്നും, ഇതിനെ ഒരു ഡിഫൈനിങ് ക്ലോസ് എന്നും വിളിക്കും. ഓക്കെ, ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് എന്നും നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് എന്നും വിളിക്കും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. പറയുന്ന സമയത്ത്, നമ്മൾ ഈ വാചകങ്ങൾ പറയുന്ന സമയത്ത് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നില്ല. കാരണം യു ആർ നോട്ട് യൂസിങ് കോമാസ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഡിഫറൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻ സ്പീക്കിംഗ് യു ക്യാൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ഡിഫറൻസ്. യു ക്യാൻ സേ മൈ ബ്രദർ ഹൂ ഇസ് എ ഡോക്ടർ ഈസ് ഇൻ ഡൽഹി, and you can say my brother who is a doctor is in Delhi. Okay, the first one is defining the person, and second one actually does not define a single person. It simply says that this is his identity and he is sharing that capacity of brotherhood, or that capacity of brothership rather, with many other brothers. Okay, മറ്റു പല സഹോദരന്മാരിൽ ഒരു സഹോദരൻ എന്ന അർത്ഥമേ അവിടെ വരുന്നുള്ളൂ. ഇത് it is not mandatory that you should be separating this with commas. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉപയോഗിച്ച് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ there is a possibility for doing that, but actually that doesn't look very nice here. ഇവിടെ അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്കില്ലാത്തതുകൊണ്ട് അതില്ല. അല്ലെങ്കിൽ ഒരു parenthesis, you can use a small hyphen there to indicate that this is the relation. But the most common way and the most grammatically correct way is indicating this non-defining relative clause with a comma, with a pair of commas. Okay. ഇവിടെ നിന്നും നമ്മൾ വീണ്ടും പ്രൊനൗൺസിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ ഒരു ഡൈവേർഷനിടയിൽ നമ്മൾ എടുക്കാൻ കാരണം ഈ ഒരു കോമയുടെ യൂസ് എങ്ങനെയാണെന്നും അത് അർത്ഥത്തിൽ എന്ത് തരത്തിലുള്ള വ്യത്യാസമാണ് വരുത്തുന്നത് എന്നും കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. വി ഗോ ബാക്ക് ടു ദ പ്രൊനൗൺസ്. There are in fact so many things to be said about the pronouns. നമുക്ക് വളരെ വിശദമായി ചർച്ച ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ് ഈ സർവ്വനാമങ്ങൾ അല്ലെങ്കിൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാറ്റഗറീസും ഒരുപാടുണ്ട്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഒരുപാടുണ്ട്. ഇവയ്ക്ക് ഓരോന്നിൻ്റെയും ആപ്ലിക്കേഷൻ, അവനെ ഓരോന്നിനെയും ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും അത് ഉപയോഗിക്കുന്ന രീതികളിലുമൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പ്രൊനൗൺസ് എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ സ്ട്രക്ചറൽ ഐറ്റമാണ്. ഓക്കെ, കൃത്യമായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ ഒരു കോമയുടെ കാര്യം നമ്മൾ കണ്ടതുപോലെ വളരെ കൃത്യമായി ശ്രദ്ധാപൂർവം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഗ്രാമറിലെ ഏറ്റവും വലിയ പ്രശ്നമായ ആംബിവലൻസ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം ഉണ്ടാവാനുള്ള വലിയ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്ന പ്രശ്നമുണ്ടാകാവുന്ന ഒരു മേഖലയാണ് ഈ പ്രൊനൗൺസ് എന്നുള്ളത്. അതുകൊണ്ട് ഇറ്റ് ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് വെരി ക്ലിയർലി. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കാര്യം, നൗണിനെ സംബന്ധിച്ച് നാം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രൊനൗണിനെ സംബന്ധിച്ച് വാലിഡ് ആണ് എന്ന് നാം പറയുന്നുണ്ട്. അപ്പോൾ നൗണിനെ സംബന്ധിച്ച് വാലിഡായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ ജെൻഡറാണ്. ഓക്കെ, ഇറ്റ് കുഡ് ബി മസ്കുലിൻ ഓർ ഇറ്റ് കുഡ് ബി ഫെമിനൈൻ ഓർ ഇറ്റ് കുഡ് ബി ന്യൂട്രൽ. ഓക്കെ, ആ ഒരു 3 പോസിബിലിറ്റി ജെൻഡറിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതേസമയം മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കേസസ് ആണ്. അത് എവിടെ ഒരു നൗൺ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ സബ്ജക്റ്റീവ് എന്നും ഒബ്ജക്റ്റീവ് എന്നും പൊസസീവ് എന്നും 3 കേസസ് ആയിട്ടും തിരിക്കുന്നുണ്ട്. അപ്പോൾ വെൻ വി ഹാവ് നൗൺ we are basically considering these things. ഈ ഒരു 6 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ നൗണിനെയും നമ്മൾ വേർതിരിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു വേർബിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രസൻറ്റ് ഫോം, പാസ്റ്റ് ഫോം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം, പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോം എന്നിങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു നൗണിനെയും നമ്മൾ ഈ ചുരുങ്ങിയത് ഈ ഒരു 6 രീതിയിലുള്ള കാറ്റഗറീസിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഹൗ ഡസ് ദിസ് വർക്ക്? Let us take a pronoun like he. Okay, so how does it work? He, we know that it is masculine. Okay, at the same time he is coming in the subject position. When you make a sentence like he is a teacher, the word he is a pronoun, and that he is coming in the subject position
അപ്പോൾ there are two, and he indicates maleship. He is masculine. You are speaking about a gents person. ഓക്കെ, ഒരു മെയിൽ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നു എന്നുള്ളത് കൊണ്ട് അത് ഒരേ സമയം അത് മസ്കുലിനുമാണ്, അതേസമയം അത് സബ്ജക്റ്റീവ് കേസിൽ യൂസ് ചെയ്യുന്ന, കേസ് എന്ന് പറഞ്ഞാൽ വിഭക്തി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആ സബ്ജക്റ്റീവ് കേസിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോനൗൺ ആണെന്ന് പറയുന്നത്. വെൻ വി ഗെറ്റ് ഷീ, what happens? Of course, she does not come in masculine. She is feminine. Okay, at the same time, she is equally in subjective. You make a sentence like she is a dancer, where she is a subject. അതുകൊണ്ട് ഷീ എന്നുള്ളത് ഒരേ സമയം ഫെമിനൈൻ ആയിട്ടുള്ള പ്രോനൗൺ ആണ്, അതുപോലെ തന്നെ സബ്ജക്റ്റീവ്, അതായത് കർത്തൃ സ്ഥാനത്ത് ഉപയോഗിക്കാവുന്ന ഒരു പ്രോനൗൺ ആണ് എന്ന് വരുന്നു. We take a neuter, a genderless pronoun, like say it. Very clearly, it is neutral in gender. It doesn't have any sexual identity like that. So, it is neutral. At the same time, where does it come? Can it come in the subject position, or can it come in the object position, or can it come in the possessive position? How do we find this? It എന്നുള്ള pronoun ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. Okay, if you make a sentence like it works very well, അവിടെ it is coming as the subject of the sentence. It works very well. In a second sentence, she gave me it, or it is given to me by her. She gave me it, or that particular thing. It can come in the object position, right? So it is an exception here, whereas ഇവിടെ he എന്നുള്ളതും she എന്നുള്ളതും മസ്കുലിനും ഫെമിനിനും ആവുന്ന സമയത്ത് തന്നെ സബ്ജക്റ്റീവ് കേസിൽ മാത്രം വരുന്നൊരു കാര്യമാണ്. ഇവിടെ he, it എന്നുള്ള ന്യൂട്രൽ പ്രോനൗൺ, ന്യൂട്രൽ പേഴ്സണൽ പ്രോനൗൺ സബ്ജക്റ്റ് പൊസിഷനിൽ വരാം, ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് പൊസിഷനിൽ വരാം, അതുപോലെ തന്നെ ഒരു സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ് പൊസിഷനിലും വരാം എന്ന് നമ്മൾ കാണുന്നു. അതിൻ്റെ അർത്ഥം ഇവിടെ ദിസ് ക്യാൻ ബി ഈക്വലി സബ്ജക്റ്റീവ്, ദിസ് ക്യാൻ ബി ഈക്വലി ഒബ്ജക്റ്റീവ് എന്നാണ്. കേസ് സംബന്ധമായി ഒബ്ജക്റ്റീവാണ്, അതേസമയം അത് ഇറ്റ് റിമെയിൻസ് ന്യൂട്രൽ. അതിൻ്റെ ജെൻഡർ ക്വാളിറ്റിയിൽ, അതിൻ്റെ സ്റ്റേറ്റസിൽ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഈസ് സംതിങ് ദാറ്റ് ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് വെരി ക്ലിയർലി. ഓക്കെ, ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നൗണിനെ നമ്മൾ എങ്ങനെയാണോ ക്ലാസിഫൈ ചെയ്യുന്നത്, അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ അതോ ലിംഗരഹിതമാണോ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. മറ്റൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വിഭക്തിയാണ്. കർത്തൃസ്ഥാനത്ത് വരുന്നുണ്ടോ, അതോ കർമ്മത്തിൻ്റെ സ്ഥാനത്താണോ വരുന്നത്, അതോ ഉടമസ്ഥത, ഓണർഷിപ്പ്, എൻ്റെ എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ, എൻ്റെ എന്ന് പറയുന്നത് മലയാളത്തിൽ 7 വിഭക്തിയുണ്ട് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, നമുക്കൊരു ഒരു നൗൺ കിട്ടുകയാണെങ്കിൽ ആ നൗണിനെ അതിൻ്റെ തൊട്ടടുത്തുള്ള വാക്കുമായി 7 വിധത്തിൽ കണക്റ്റ് ചെയ്യാവുന്ന സാധ്യത മലയാളത്തിലുണ്ട്. ഇംഗ്ലീഷിൽ ആ ഒരു സാധ്യത വരുന്നില്ല. വളരെ ഇക്കോണമിക്കായിട്ട് എന്താണ് സബ്ജക്റ്റ് എന്നും ഒബ്ജക്റ്റ് എന്നും പൊസസീവ് എന്നുള്ള 3 രീതിയിൽ മാത്രമാണ് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും മാത്രമേ ഉള്ളൂ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലിങ്കിങ് എന്ന് പറയുന്നത്. പൊസസീവ് എന്ന് പറയുന്നത് എപ്പോഴും ഓണർഷിപ്പ് കാണിക്കുന്ന ഒരു തേർഡ് കേസാണ്. അപ്പോൾ മലയാളത്തിലെ 7 വിഭക്തിക്ക് പകരം ഇംഗ്ലീഷിൽ വരുന്ന 3 വിഭക്തികൾ. അപ്പോൾ ഈ ലിംഗപരമായിട്ടുള്ള അന്തസ്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ വിഭക്തി എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റസ്, ഈ 2 കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലാണ്, ഈ 2 തരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നൗൺസിനെ വേർതിരിക്കുന്നത്. ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദിസ്. ഓക്കെ, ഈ നൗൺസിനെ നമ്മൾ ഏത് കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലാണോ വേർതിരിക്കുന്നത് അതേ റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോനൗൺസിനെയും കാറ്റഗറൈസ് ചെയ്യുന്നത്, എസ്പെഷ്യലി പേഴ്സണൽ പ്രോനൗൺസ്. ഓക്കെ, കാരണം പേഴ്സണൽ പ്രോനൗൺസ് ഇൻഡിക്കേറ്റ് പേഴ്സൺസ്. ഓക്കെ, വ്യക്തി അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള രൂപത്തിൽ ഉള്ള പ്രോനൗൺസിനെയാണ് നമ്മൾ പേഴ്സണൽ പ്രോനൗൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ നൗൺസിന് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ക്രൈറ്റീരിയയും മാനദണ്ഡങ്ങളും പേഴ്സണൽ പ്രോനൗൺസിൻ്റെ യൂസിലും വരുന്നതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ വി ആർ
കാറ്റഗറൈസിങ് പേഴ്സണൽ പ്രൊനൗൺസ്. ഓക്കെ, പ്ലീസ് റിമെമ്പർ ദിസ്. ഈ ഒരു രൂപത്തിലാണ്. ദിസ് ഇസ് എ ടെക്നിക്കൽ ഡീറ്റെയിൽ. ഇതിനെക്കുറിച്ച് നമ്മൾ വല്ലാതെ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. ആൻഡ് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് വെൻ വി ആർ റൈറ്റിംഗ് സംതിങ് റാദർ ദാൻ സ്പീക്കിംഗ് സംതിങ്. ഓക്കെ, സംസാരത്തിൽ ഇത് സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സബ്ജക്റ്റ് പൊസിഷനിൽ ഉപയോഗിക്കേണ്ട ഒരു പ്രൊനൗണിനെ സബ്ജക്റ്റ് പൊസിഷനിൽ നമ്മൾ സ്വാഭാവികമായും ഉപയോഗിക്കുന്നു. സേ ഫോർ എക്സാമ്പിൾ, ഹി ഈസ് എ ഡോക്ടർ എന്നുള്ളതിന് നമ്മൾ ഒരിക്കലും ഹിം ഈസ് എ ഡോക്ടർ എന്ന് പറയുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദർ. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ കൈൻഡ് ഓഫ് ഇൻബിൽറ്റ് അവെയർനെസ് വിത്തിൻ us. It's a kind of grammatical inbuilt awareness within us that we are not using a structure like him is a teacher or him is a doctor. We clearly say he is a doctor. അല്ലെങ്കിൽ ഷീ ഈസ് എ ടീച്ചർ എന്നുള്ളതിന് പകരം ഹെർ ഈസ് എ ടീച്ചർ എന്ന് നമ്മൾ പറയുന്നില്ല. ബിക്കോസ് വി നോ ദാറ്റ് ഹെർ എന്നുള്ളത് ഒബ്ജക്റ്റ് പൊസിഷനിൽ വരേണ്ടതും, ഓക്കെ, അതേസമയം ഷീ എന്നുള്ളത് സബ്ജക്റ്റ് പൊസിഷനിൽ വരേണ്ടതുമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ് ദിസ് ഹാപ്പൻസ് almost casually, almost normally, without much effort. If you are exposed to spoken English like that, it almost happens naturally. പക്ഷേ എഴുതുന്ന സമയത്ത് പലപ്പോഴും ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പേഴ്സണൽ പ്രൊനൗൺസിനെ കൃത്യമായും പഠിക്കുകയും അതിൻ്റെ ഒരു ഡിസ്പൊസിഷൻ, അതിൻ്റെ ഒരു ഡിപ്ലോയ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. വി ഷാൽ ഗോ ടു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.